ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറുങ്ങനെയുള്ള ഒരു അയലക്കറിയാണ്. അപ്പം വീട്ടിലുള്ള എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. എന്നാൽ നമുക്ക് കറി ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പം നമ്മൾ 3 തക്കാളി, ഒരു സവാളയുടെ പകുതി, 2 പച്ചമുളക്, കുറച്ച് പുളി, ഒരു തേങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമ്മളിവിടെ 8 അയലക്കുട്ടന്മാരെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. 3 ചെറിയ തക്കാളി ഇട്ടിട്ടുണ്ട്. അത് തേങ്ങേൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കാം. ഇഞ്ചി അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ കറി വെക്കാൻ ഒരു സ്റ്റീലിൻ്റെ ഉരുളിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങ അരച്ചത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളകും പൊടി, കുറച്ച് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗ്യാസ് കത്തിച്ച് അതിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അയില അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വറവിടാൻ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് ഉലുവ, കടുക്, കുറച്ച് കറിവേപ്പില, കുറച്ച് സവാള. അങ്ങനെ കുറുങ്ങനെയുള്ള അയലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഒന്ന് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണേ. എന്നിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങളെല്ലാവരും ഒരു ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സപ്പോർട്ട് ചെയ്യണേ.